السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم. ഉളഹിയത്ത് അത് മർമ്മപ്രധാനമായ ഒരു ഇബാദത്താണെന്നും ഒഴിവാക്കാൻ പാടില്ലെന്നും ശക്തിമത്തായ സുന്നത്തായ അമാലിൽപ്പെട്ടതാണെന്നും ഒക്കെ നമ്മൾ മനസ്സിലാക്കി. കഴിവുള്ളവർ എല്ലാ വർഷവും അത് ചെയ്യണം എന്നാണ് തലവ ഉസ്താദ് തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മോട് പറയുന്നത്. കഴിവുള്ളവൻ ഒഴിക്കൽ കറാഹത്തുണ്ടിത്, ഇമാമുന അതിലേക്കുമാ ചായുന്നത്. കഴിവുള്ളവർ ഒഴിക്കൽ കറാഹത്താണ്, ചെയ്യാതിരിക്കൽ കറാഹത്താണ്. എല്ലാ വർഷവും കഴിവുള്ളവർ എല്ലാ വർഷവും ലക്ഷങ്ങളുടെയോ പതിനായിരങ്ങളുടെയോ സേവിങ് ഉണ്ടാവണമെന്നല്ല, മറിച്ച് അത്യാവശ്യം ഉളഹിയത്തറുക്കാനുള്ള സാമ്പത്തികമുള്ള ഒരാളും ഒഴിവാക്കരുത്, എല്ലാ വർഷവും നടത്തണം. ഏതെങ്കിലും ഒരു വർഷം ഉളഹിയത്തറുത്താൽ അതോടുകൂടി പൂർണ്ണമായി എന്ന് മനസ്സിലാക്കുന്നുവെങ്കിൽ അങ്ങനെയല്ല, എല്ലാ വർഷവും ചെയ്യണം. അങ്ങനെയുള്ള രണ്ട് അമലേ ഉള്ളൂ. ഒന്ന് ഹജ്ജാണ്. ജീവിതത്തിൽ ഒരു പ്രാവശ്യം ചെയ്താൽ നിർബന്ധം വീടി. ഒരു ഉംറ ചെയ്താൽ നിർബന്ധം വീടി. നിസ്കാരം അങ്ങനെയല്ലല്ലോ. ഈ വെള്ളിയാഴ്ച ജുമാ നിസ്കരിച്ചു അതുകൊണ്ട് അടുത്ത വെള്ളിയാഴ്ച ജുമാ നിസ്കരിക്കണ്ട എന്നല്ലല്ലോ. ഇന്ന് ളുഹർ നിസ്കരിച്ചു അതുകൊണ്ട് നാളെ ളുഹർ നിസ്കരിക്കണ്ട എന്നല്ലല്ലോ. ഈ റമളാൻ മാസം നോമ്പനുഷ്ഠിച്ചു അതുകൊണ്ട് അടുത്ത വരുന്ന റമളാനുകൾ നോമ്പനുഷ്ഠിക്കണ്ട എന്നല്ലല്ലോ. എല്ലാ റമളാനുകളും നോമ്പനുഷ്ഠിക്കണം, എല്ലാ വെള്ളിയാഴ്ചയും ജുമാ നിസ്കരിക്കണം, മറ്റുള്ള ഫർളുകൾ ഓരോ ദിവസവും നിർവഹിക്കണം എന്നതുപോലെ ഉളഹിയത്ത് കഴിവുള്ളവർ എല്ലാ വർഷവും നടത്തണം. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നതാണ്, കറാഹത്താണ്. യാനത്തിൽ നീ നോക്കിയാൽ കാണുന്നതാ, 320 തന്നെ രണ്ടിൽ വന്നതാ. ഫതുൽ മുഈന്റെ ശറഹ് യാനത്തു താലിബീൻ 2-ാം വാള്യം 320 ഈ മസ്അല കാണാവുന്നതാണ്. കഴിവുള്ളവൻ അറുത്തില്ല ഉളഹിയത്തെങ്കിലേ അവൻ നമ്മളിൽ പെടുന്നില്ല എന്നു ഹദീസിലെ. വളരെ വലിയ അപകടമായ ഒരു കാര്യം. കഴിവുള്ളവൻ ഉളഹിയത്തറുത്തില്ലെങ്കിൽ ലൈസ മിന്നാ, അവൻ നമ്മളിൽപ്പെട്ടവനല്ല എന്ന് ഹദീസിൽ കാണാം. وعن أبي هريرة رضي الله عنه قال رسول الله صلى الله عليه وسلم من وجد سعة, ഒരാൾക്ക് വിശാലത ലഭിച്ചു, കഴിവുണ്ട്, ശാരീരികവും മാനസികവുമായ എല്ലാവിധ സാമ്പത്തികവും സർവ്വ സംവിധാനങ്ങളും ഒത്തുവന്നു, ഉളഹിയത്തറുക്കാൻ വേണ്ടി. പക്ഷേ ഫലം യുളഹി, അവൻ ഉളഹിയത്തറുത്തില്ല. സാമ്പത്തികമുള്ളവനാണ്, അല്ല സാഹചര്യം ഒത്തു വന്നു, ഉളഹിയത്തറുത്തില്ല എങ്കിൽ ഫലം യഹ്ലു മുസല്ലാന, അവൻ നമ്മുടെ മുസല്ലയോട് പെരുന്നാൾ നിസ്കരിക്കാൻ വരണ്ടാൻ, നമ്മുടെ അടുത്ത് വരണ്ടാൻ, നമ്മുടെ മുസല്ലയോട് വരണ്ടാൻ, നമ്മുടെ നിസ്കരിക്കുന്ന സ്ഥലത്തേക്ക് ഹാജരാവണ്ട. പല അർത്ഥങ്ങളും അർത്ഥത്തിന്റെ തലങ്ങളും ഇതിന്റെ പിന്നിലുണ്ട്. ഇത്രയും ശക്തമായ രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രാധാന്യം എത്രമാത്രമാണ് പ്രിയമുള്ളവരെ. ദുർറത്തിലുണ്ടിത് നോക്കിയാൽ കാണുന്നതാ, 350 രണ്ടും ചേർന്നതാ. ദുർറത്ത് എന്ന് പറയുന്ന കിതാബിൽ 352-ാം പേജിൽ ഇത് കാണാവുന്നതാണ്. കഴിവുണ്ട് എങ്കിൽ വാജിബാക്കുന്നുണ്ടിത്, അബൂ ഹനീഫ തങ്ങളാ പറയുന്നത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹനഫി മദ്ഹബിൽ ഉളഹിയത്ത് വാജിബാണ്, സുന്നത്ത് മുഅക്കദയല്ല, വാജിബാണ്. വാജിബാകുമ്പോൾ നിർബന്ധമായ കാര്യമാണ്. അത് ചെയ്തില്ല എങ്കിൽ അതിൻ്റെതായ കുറ്റം ഏൽക്കേണ്ടി വരും. എല്ലാ വർഷവും കഴിവുള്ളവർ ഉളഹിയത്ത് അറുക്കൽ വാജിബാണ്. ഞാൻ 5 വർഷത്തോളം ഹനഫി മദ്ഹബിന്റെ മഹല്ലിൽ ജോലി നോക്കിയ ആളാണ്. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായി എനിക്കറിയാം, റമളാൻ ശവ്വാൽ അങ്ങോട്ട് ആയിക്കഴിഞ്ഞാൽ തന്നെ ഉളഹിയത്ത് അറുക്കാനുള്ള തയ്യാറെടുപ്പുകൾ, എത്രയോ ആടുകളെയും മാടുകളെയും ഷെയറായിട്ടും സ്വന്തമായിട്ടുമൊക്കെ
അറുക്കാനുള്ള വലിയ ആഗ്രഹത്തിലാണ്. കാരണം വാജിബാണ് ഹനഫി മദ്ഹബിൽ. കഴിവുള്ള എല്ലാവരും അതിനുവേണ്ടി തയ്യാറായി. അറുക്കാൻ 10ഉം 20ഉം 50ഉം മാടുകളെ അറുക്കുന്ന മഹല്ലുകൾ നമ്മുടെ കേരളത്തിലുണ്ട്. ഹനഫി മദ്ഹബിലും അല്ലാത്ത മഹല്ലുകളിലുമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അതിൻ്റെ മഹത്വവും അതിൻ്റെ ഫളലും അതിൻ്റെ ശ്രേഷ്ഠതയും അതുകൊണ്ട് കിട്ടുന്ന കൂലിയും അറിഞ്ഞുകൊണ്ടാണ് അത് ചെയ്യേണ്ടത്. അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ.